നമ്മൾ തദ്രീബ് തിലാവയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഒന്ന്, റബ്ബന ആമന്ന ഫഗ്ഫിർ ലന വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ. ഓക്കെ, അംവാല് എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചത്. സുക്കൂനുള്ള മീമിന് ശേഷം വാവോ മീമോ യാ ഓ അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കണം. അതിനാണ് എന്തെന്ന് പറയാം? ഇൽഹാർ എന്ന് പറയാം. ഓക്കെ, ശേഷം അഹൂഹും സ്വാലിഹ് അതെന്താണ്? ഇഖ്ഫാണോ ഇദ്ഗാമാണോ ഇൽഹാറാണോ എന്നാണ്. അഹൂഹും സ്വാലിഹ്, സുക്കൂനുള്ള മീമിന് ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്, അപ്പോൾ അതും എന്താണ്? ഇൽഹാറാണ്. ഓക്കെ, ഇൽഹാർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. സുക്കൂനുള്ള മീമിന് ശേഷം മീമോ അല്ലാത്ത ഏതക്ഷരം വന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉന്നത്ത് നൽകാതെ ഉച്ചരിക്കണം. ഓക്കെ, ഇൽഹാറിന് ഉദാഹരണം കണ്ടെത്താമെന്നുള്ളതാണ്. ഇൻ കുന്തും മുഖിനൂൻ, സുക്കൂനുള്ള മീമിന് ശേഷം മീമു വന്നു, അപ്പോൾ അതിന് ഇദ്ഗാം എന്ന് പറയാം. കദ്ദബൂക്കും ബിമ, സുക്കൂനുള്ള മീമിന് ശേഷം ബാവ് വന്നു, അപ്പോൾ അത് ഇഖ്ഫ ആണ്. ഫഹും ല, അപ്പോൾ ഇതാണ് എന്ത്? ഇൽഹാറിനുള്ള എക്സാമ്പിൾ. കാല നാം വ, സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നു, അപ്പോൾ അതെന്താണ്? ഇൽഹാർ തന്നെയാണ്. ഓക്കെ, ഇൽഹാർ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏതക്ഷരം വന്നാലും മീമിനെ ഉന്നത്ത് നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതാണ് എന്ത്? ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഖ്ഫ എന്നാൽ എന്ത്? അടുത്ത ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ എന്ത് ചെയ്യണം? ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. എക്സാമ്പിൾ, മീമിന് ശേഷം ഹർക്കത്തുള്ള ബാ വന്നാൽ അപ്പോൾ എങ്ങനെ വരും? കുംബി എന്നാ വരിക. അപ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള ബാ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് നൽകി ഉച്ചരിച്ചു. അപ്പോൾ എങ്ങനെ വരിക? കുംബി എന്നാണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, ഇദ്ഗാം എന്നാൽ എന്തെന്നാണ്. സിമ്പിളാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം എന്നല്ല. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശബ്ദ ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതുപോലെ സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും ഒരു മീമാക്കുക, ശേഷം എന്ത് ചെയ്യുക? ഇതിന് ഒരു ശബ്ദം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം ഒരു ഉദാഹരണം നോക്കിയാൽ, കമ്മിൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശേഷം ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വായിച്ചു നോക്കട്ടോ. ശേഷം ഹുറൂഫിൽ ഇദ്ഗാമിൻ്റെ ഹർഫുകൾ ഏതാണെന്നാണ് ചോദിച്ചത്. സിമ്പിളാണ്, മീമാണ്. മിൻ അർലിക്കും ബിസിഹിരി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നപ്പോൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചു. ഇതിനാണ് എന്തെന്ന് പറയാം? ഇഖ്ഫ എന്ന് പറയാം. ഓക്കെ, കുന്തും മൗഖിനൂൻ, ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നു. അലൈഹിം മിനസ്സമാ ഇദ്ഗാമാണ്. പിന്നെ കദ്ദബൂക്കും ബിമ എന്താണ്? ഇദ്ഗാമാണ്. ഇഖ്ഫ ആണ്. ഹുറൂഫുൽ ഇഖ്ഫായിൻ്റെ അക്ഷരം ഏതാണ്? ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടത് എന്താണെന്നുള്ളതാണ്. ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ വായ നിറഞ്ഞ ശബ്ദം ഉണ്ടാക്കണം. വലക്കത് വസ്വൽന, ഇതിൽ ഇസ്തിലാഹിൻ്റെ ഹർഫ് ഏതാണ്? സ്വാദാണ്. ഇസ്തിലാഹിൻ്റെ ഹർഫുകൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. കൽക്കലത്ത് 5 എണ്ണമാണ്, ഇസ്തിലാഹ് 7 എണ്ണമാണ്. കൽക്കലത്ത് നിന്ന് എണ്ണി നോക്കിയാൽ തന്നെ മതി. കാലത്ത് 5 എണ്ണേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് തഫ്ഹീമും തർക്കീക്കും ഉച്ചരിക്കുന്ന ഹർഫ് റാ ആണ്. റായിലാണ് തഫ്ഹീമും തർക്കീക്കും വരാറുള്ളത്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ പിന്നെ റായിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുക, അഥവാ നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കുക. അറഅയ്തല്ലദി. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ റായിന് കസ്റാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കുക, വൈരി. പിന്നെ ഒലിബത്തിർ റൂം തഫ്ഹീമാണ്. പിന്നെ ഫരിഹൂ, ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറഞ്ഞ് ഉച്ചരിക്കണം. ഇതിനാണ് തഫ്ഹീം എന്ന് പറയുക. പിന്നെ ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ലാ പോലെ ഉച്ചരിക്കണം. ഇതിനാണ് തർക്കീക്ക് എന്ന് പറയുക. ഓക്കെ, മദ് അസ്ലി ഹെത്ത് ഹർക്കത്ത് ഉച്ചരിക്കണം. 2 ഹർക്കത്താണ്. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയാം. ഓക്കെ, യംലിക്കൂൻ എന്നുള്ളതിൽ വാവാണ്. കാഫിന് ലമ്മ് വന്നതുകൊണ്ട് വാവാണ് അവിടെ മദ്ദിൻ്റെ അക്ഷരം. യമീൻ എന്നുള്ള മീമിന് കെസർ വന്നതുകൊണ്ട് യാ ആണ് അവിടെ മദ്ദിൻ്റെ അക്ഷരം. ജന്നത്താനി എന്ന് പറഞ്ഞെടുത്ത് തായിന് ഫതഹ് വന്നതുകൊണ്ട് അവിടെ അലിഫാണ് മദ്ദിൻ്റെ അക്ഷരം. സ്വാദിക്കീൻ എന്നതിൽ എത്ര ഇസ്തിലാഹിൻ്റെ ഹർഫുകളുണ്ട്? സിമ്പിളാണ്. എന്താണ്? 1 സ്വാദാണ്. പിന്നെയോ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങൾ എളുപ്പത്തിൽ കണ്ടെടുക്കാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ലിയാത്തിൻ ഹുസ്സ ലിയാത്തിൻ, ഒന്നും കൂടെ ഹുസ്സ ലിയാത്തിൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാദിക്കീൻ എന്നുള്ളിടത്ത് എന്തേ ഉള്ളൂ?
ഹുസ്സയിൽ ഏതെങ്കിലും അക്ഷരം ഉണ്ടോ? സ്വാദുണ്ട്. പിന്നെയോ കിള് എന്നുള്ളതിൽ എന്തുണ്ട്? കാഫുണ്ട്. പിന്നെയോ ലിയഴത്ത് എന്നുള്ളതിൽ ഒന്നുമില്ല. അപ്പോൾ എത്രയാണ് ഉള്ളത്? 2 ഉള്ളത്. പിന്നെ ചേരുംപടി ചേർക്കാം. വാ എന്നുള്ളത് എന്താണ്? മദ്ദിൻ്റെ അക്ഷരമാണ്. സ്വാദ് എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഇസ്തിലാഹിൻ്റെ അക്ഷരമാണ്. ബ എന്നുള്ളത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. ഇത്രയേ ഉള്ളൂ പാഠങ്ങൾ. വളരെ സിമ്പിൾ പാഠമാണ്. ഒന്ന് ചെയ്ത് നോക്കട്ടോ.